തിരുവനന്തപുരം ചാല മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം ഇന്നത്തെ മന്ത്രിസഭായോഗം പരിഗണിക്കും. ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ 7 കടകൾ പൂർണ്ണമായി കത്തിനശിച്ചു. 7 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ അണയ്ക്കാനായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തം കണ്ടുനിന്ന ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ചാല മാർക്കറ്റിലെ ലവ്ലി ഫാൻസി സ്റ്റോറിന്റെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ഗോഡൌണിലുണ്ടായ തീ നിമിഷനേരം കൊണ്ട് സമീപത്തെ കടകളിലേക്കും പടരുകയായിരുന്നു. ഒരു കെട്ടിടത്തിലെ 6 കടകളും 2 ഗോഡൌണുകളും തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിയമർന്നു. തീ പടർന്നു പിടിച്ചപ്പോൾ തന്നെ കടകളിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ഒഴിപ്പിച്ചതിനാൽ ആളപായം ഒഴിവായി. എന്നാൽ മണിക്കൂറുകളോളം പാടുപെട്ടിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. 2 ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ തുടങ്ങിയ തീയണയ്ക്കാനുള്ള ശ്രമം 25ഓളം യൂണിറ്റുകൾ എത്തിയിട്ടും വിജയം കണ്ടില്ല. ഒടുവിൽ തിരുവനന്തപുരം എയർഫോഴ്സ് വിംഗിലെ യൂണിറ്റ് കൂടി എത്തിയ ശേഷമാണ് തീ നിയന്ത്രണ വിധേയമായത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കടകൾ കത്തി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം ഇന്നത്തെ ക്യാബിനറ്റിൽ പരിഗണിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിൻ്റെ നഷ്ടം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് തിട്ടപ്പെടുത്താൻ ജില്ലാ കളക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യം ഞാനും ആരോഗ്യമന്ത്രി നാളെ ക്യാബിനറ്റിൽ ഇക്കാര്യം നാളെ രാവിലെ 8 മണിക്ക് ക്യാബിനറ്റുണ്ട്, ഈ കാര്യം ഉന്നയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇതിനിടയിൽ മരിച്ചുപോയ നമ്മളെ വിട്ടുപിരിഞ്ഞ ഷാഹുൽ ഹമീദിൻ്റെ കുടുംബത്തിന് സഹായം ഗവൺമെൻറ് നൽകും. ഇടുങ്ങിയ വഴികളും ഇരുട്ടും അടുത്തടുത്തുള്ള കടകളും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു. തീപിടുത്തം കണ്ട് കുഴഞ്ഞു വീണ മണക്കാട് സ്വദേശി ഷാഹുൽ ഹമീദ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. 7 മണിക്കൂർ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ചാലക്കമ്പോളത്തിൽ പടർന്നു പിടിച്ച തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായത്. അഗ്നിശമന സേനയും പോലീസും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഫലപ്രദമായ ഇടപെടൽ വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ചാലക്കമ്പോളത്തിൽ നിന്നും വി ആർ കാർത്തിക്, ടീം റിപ്പോർട്ടർ.